ബികോം BBAയുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 4 വർഷങ്ങളിലായി സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയതാണ് ഈ വീഡിയോ. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്? 2016-ലും 2018-ലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. സെക്കൻഡ് വൺ, എയിംസ് ഓഫ് ഫൈനാൻസ് ഫംഗ്ഷൻ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, മേജർ ഡിസിഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. നെക്സ്റ്റ്, ഫൈനാൻസ് ഫംഗ്ഷൻ. ലാസ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് ഫൈനാൻസ് ഫംഗ്ഷൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. Financial management refers to effective and efficient planning, organizing, directing and controlling of financial activities and processes of an organization. Planning is the basic function of everything. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് പ്ലാനിങ് തന്നെയാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഫൈനാൻസ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. സോ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ എൻ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. ഫൈനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ 2 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മറ്റൊന്ന് വെൽത്ത് മാക്സിമൈസേഷൻ. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. It is a term which denotes the maximum profit to be earned by an organization in a given period of time. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. ഒരു സ്പെസിഫിക് പീരിയഡിൽ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം മാക്സിമം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രോഫിറ്റ് നേടിയെടുക്കുന്നതിനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. An organization needs to maximize its profit to achieve the other organizational objectives. ഒരു ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറ്റ് അനേകം ഒബ്ജക്റ്റീവ്സുകളും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഒബ്ജക്റ്റീവാണ് എന്ത്? മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അച്ചീവ് ചെയ്താൽ മറ്റുള്ള ഒബ്ജക്റ്റീവ്സുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ മീൻസ് ടു ഏൺ മാക്സിമം വെൽത്ത് ഫോർ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവർക്ക് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽത്ത് മീൻസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ വെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ വാങ്ങിച്ചിട്ടുള്ള ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഫൈനാൻസ് മാനേജർ ട്രൈസ് ടു ഗീവ് എ മാക്സിമം ഡിവിഡൻഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ മാനേജറുടെ ഒരു ഡ്യൂട്ടിയാണ് ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. കമ്പനിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ മറ്റ് എൻവിറോൺമെൻറ്റ് ഫാക്ടേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് പ്രൈസ്, ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി മാക്സിമം ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ മാനേജർ ട്രൈസ് ടു ഗീവ് എ മാക്സിമം ഡിവിഡൻഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്താൽ അത് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യാനും കാരണമാകുന്നുണ്ട്. ഇറ്റ് ഈസ് എ മോഡേൺ അപ്രോച്ച് ആൻഡ് സുപ്പീരിയർ ഗോൾ കമ്പയർഡ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. കാരണം വെൽത്ത് മാക്സിമൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനും.
പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റാണ്, എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് മോഡേൺ കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ ഈ സുപ്പീരിയർ ഗോൾ കമ്പയർഡ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും എപ്പോഴും സുപ്പീരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, its main objective is to earn large amount of profit. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. വെൽത്ത് മാക്സിമൈസേഷൻ ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു അച്ചീവ് ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് കോമൺ സ്റ്റോക്ക്. എന്നാൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആ കമ്പനിയുടെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാർക്കറ്റ് പ്രൈസ് നേടിയെടുക്കുന്നതോടുകൂടി അവർക്ക് ഒരു പ്രോഫിറ്റും കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് എ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്, ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് എ ലോങ് ടേം ഒബ്ജക്റ്റീവ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇഗ്നോർ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ആണ്. ഓരോ റുപ്പീസിനും നമുക്കറിയാം ഒരു ദിവസം കൂടുന്തോറും റുപ്പീസിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ന് കിട്ടേണ്ട റിട്ടേൺ നാളെയോ മറ്റന്നാളോ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ അപ്പോഴേക്കും ഓരോ രൂപയുടെയും വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇഗ്നോർ ടൈം വാല്യൂ ഓഫ് മണി. ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. വെൽത്ത് മാക്സിമൈസേഷനിൽ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, അവിടെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇഗ്നോർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതേ നോക്കുന്നുള്ളൂ, അവിടെ കൂടുതൽ റിസ്ക് എടുക്കാനൊന്നും അവർ തയ്യാറാകുന്നില്ല. ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ റെക്കഗ്നൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. വെൽത്ത് മാക്സിമൈസേഷനിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരും, അതുകൊണ്ട് തന്നെ ആ റിസ്ക് ഏറ്റെടുക്കാൻ കമ്പനി തയ്യാറുമാണ്. എങ്കിലും അവർക്ക് മാർക്കറ്റിൽ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ഒരു കാരണമാകുന്നുണ്ട് ഇത്. ലാസ്റ്റ് വൺ, ഇറ്റ് ഇഗ്നോർ ടൈമിംഗ് ഓഫ് റിട്ടേൺ. പ്രോഫിറ്റ് മാക്സിമൈസേഷന് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ നമ്മൾ ടൈമിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് ഇഗ്നോർ ടൈമിംഗ് ഓഫ് റിട്ടേൺ. വെൽത്ത് മാക്സിമൈസേഷൻ റെക്കഗ്നൈസ് ടൈമിംഗ് ഓഫ് റിട്ടേൺ. അവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ് റെക്കഗ്നൈസ് ടൈമിംഗ് ഓഫ് റിട്ടേൺ. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. The scope of financial management is divided into three broad categories. First one, traditional approach. Second one, transitional approach. Third one, modern approach. First one, traditional approach. The initial stage, the scope was narrow sense of procurement of funds by corporate enterprise to meet their financing needs. ആദ്യകാലങ്ങളിൽ ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊരു സംഭവം ഉടലെടുക്കുന്നതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടമാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഫൈനാൻസ് പ്രൊക്യൂർ ചെയ്യുക, അത് അവരുടെ ഫൈനാൻസിങ് നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാരോ സെൻസിൽ അത് ഒതുങ്ങിക്കൂടിയിരുന്നു. ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡേൺ അപ്രോച്ച് എന്താണെന്ന് പറഞ്ഞു തരേണ്ടി വരും. കാരണം ഒരു ട്രഡീഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ ഒരു നാരോ സെൻസിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. അതിൻ്റെ സ്കോപ്പ് ഒന്നും അവർ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാനും ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫൈനാൻസ് സംബന്ധമായ ആവശ്യങ്ങളിലേക്ക് നീക്കി വെക്കുക എന്നത് മാത്രമായിരുന്നു ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ട്രാൻസിഷണൽ അപ്രോച്ച്. ട്രാൻസിഷണൽ അപ്രോച്ച് ഈസ് സിമിലർ ടു ട്രഡീഷണൽ ഫേസ്. ഇത് ഓൾമോസ്റ്റ് ട്രഡീഷണൽ ഫേസിനോട് ഈക്വൽ ആണ്. കാരണം ഗ്രേറ്റർ എംഫസൈസിസ് വാസ് പ്ലേസ്ഡ് ഓൺ ദി ഡേ ടു ഡേ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഇൻ ദി ഏരിയാസ് ഓഫ് ഫണ്ട്സ് അനാലിസിസ്, പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. ഓരോ ദിവസവും ബിസിനസ്സിൽ നേരിടുന്ന ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലായിട്ട് ഫണ്ടിന് ഒരു വൈഡർ സെൻസ് ആര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓർഗനൈസേഷൻസ് കൊടുത്തിരുന്നില്ല. അവിടെയും ഓൾമോസ്റ്റ് ഒരു നാരോ സെൻസിൽ തന്നെയാണ് ഫണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വൺ, മോഡേൺ അപ്രോച്ച്.
Finance function covers both the acquisition of funds as well as their efficient allocation to various uses. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ട്രാൻസിഷണൽ അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും ഒരു നാരോ സെൻസ് ആണ് എന്നുണ്ടെങ്കിൽ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു വൈഡർ സെൻസ് ആണ്. കാരണം അവിടെ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുക, അതോടൊപ്പം തന്നെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വന്നത് മോഡേൺ അപ്രോച്ചിലാണ്. ഇത് തന്നെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫണ്ട് അക്യൂർ ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ഏതെല്ലാം ഫൈനാൻസ് ഉപയോഗിച്ചിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മോഡേൺ അപ്രോച്ച് അഥവാ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈനാൻസ് ഫംഗ്ഷൻ ഓർ ബിസിനസ് ഫൈനാൻസ്. Business finance simply refers to management of the monetary affairs of a business enterprise. It is the process of using money to make more money. ബിസിനസ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ഫംഗ്ഷൻ ബിസിനസ് ഫൈനാൻസ് അല്ലെങ്കിൽ ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് യൂസിങ് മണി ടു മേക്ക് മോർ മണി. നമ്മൾ ഓർഗനൈസേഷനിലേക്ക് പണം യൂസ് ചെയ്യുകയും അത് കൂടുതൽ പണം ഉണ്ടാക്കുക എന്നൊരു ഒബ്ജക്റ്റീവാണ് ഫൈനാൻസ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എയിംസ് ഓർ സ്കോപ്പ് ഓഫ് ഫൈനാൻസ് ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, ടു അക്വയർ ആഡ്വക്കേറ്റ് ഫണ്ട്സ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പല രീതിയിൽ ബിസിനസ്സിന് കളക്ട് ചെയ്യാം. അത് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്കോപ്പ്. സെക്കൻഡ് വൺ, ടു എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമുക്കറിയാം ഫൈനാൻസ് എന്ന് പറയുന്നത് സ്കേഴ്സ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നല്ല ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. ടു എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായി വളരെയധികം കണ്ണിങ് ആയിട്ട് വേണം നമ്മൾ ഫൈനാൻസ് യൂസ് ചെയ്യാൻ. നെക്സ്റ്റ്, ടു ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്കോപ്പാണ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു മാക്സിമൈസ് ദ ഫേം വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് മറ്റുള്ള ഒബ്ജക്റ്റീവ്സും കൂടെ അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ മാക്സിമൈസ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ വാല്യൂ, മാർക്കറ്റിൽ ആ കമ്പനിയുടെ വാല്യൂ കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എൻഷുർ ഇനഫ് ഫണ്ട്സ് അറ്റ് റീസണബിൾ കോസ്റ്റ്. ഫണ്ട് നമുക്ക് പല രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ലോൺ ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെ നിന്നാണോ കമ്പനിക്ക് ഏറ്റവും ലെസ് കോസ്റ്റ് ആയിട്ട് ഫണ്ട് അക്യൂർ ചെയ്യാൻ പറ്റുമോ, റീസണബിൾ കോസ്റ്റിൽ കിട്ടുന്നത് എവിടെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. നെക്സ്റ്റ്, എൻഷുർ സേഫ്റ്റി ഓഫ് ഫണ്ട്സ്. അതുപോലെ തന്നെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയാണോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുകൂടെ ഉറപ്പുവരുത്തണം. ലാസ്റ്റ് വൺ, എൻഷുർ ആഡ്വക്കേറ്റ് റിട്ടേൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. മറ്റൊരു ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞിരുന്നു, വെൽത്ത് മാക്സിമൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ട് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു സ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മേജർ ഡിസിഷൻസ് ഓഫ് എ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഡിസിഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സെക്കൻഡ് വൺ, ഫൈനാൻസിങ് ഡിസിഷൻ. തേർഡ് വൺ, ഡിവിഡൻഡ് ഡിസിഷൻ. ലാസ്റ്റ് വൺ, ലിക്വിഡിറ്റി ഡിസിഷൻ. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഡിസിഷൻ റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് അസറ്റ് ഫോർ ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അവന്യൂസ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രൊജക്ട് ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമുക്കറിയാം ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രൊജക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലായിരിക്കണം കമ്പനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 2 types of investment decision, long term investment decision and short term investment decision. മെയിനായിട്ട് 2 തരത്തിലുള്ള
ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണുള്ളത്. ഒന്ന് ലോങ് ടേം, മറ്റൊന്ന് ഷോർട്ട് ടേം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1 day to 1 year വരെ ഷോർട്ട് പീരീഡിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം എന്നാകുമ്പോൾ 1 വർഷം മുതൽ 10 വർഷം വരെ അല്ലെങ്കിൽ അതിലും അധികം ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ്, അത്രയും ഡ്യൂറേഷനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യണം, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യുന്ന ഒരു ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈനാൻസിങ് ഡിസിഷൻ. ഡിസിഷൻ റിലേറ്റഡ് ടു ദി സെലക്ഷൻ ഓഫ് ദി സോഴ്സസ് ഓഫ് ഫൈനാൻസ്. ഈ ഡിസിഷൻ ഏതുമായി റിലേറ്റഡ് ആണ്? സെലക്ഷൻ ഓഫ് ദി സോഴ്സസ് ഓഫ് ഫൈനാൻസ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഫൈനാൻസ് ആവശ്യമുണ്ട്. ഈ ഫൈനാൻസ് എവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? പല സോഴ്സുകളുണ്ട്. ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ലോങ് ടേം ലോണുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള അവന്യൂസ് കമ്പനിയുടെ മുന്നിലുണ്ട്. ഏത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്പനി അവരുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ് ഡിറ്റർമൈനിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഏതെല്ലാം സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ക്യാപിറ്റൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്വരൂപിച്ചിട്ടുള്ളത് എന്നതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെയും കോമ്പിനേഷനാണ്. ഓരോ സോഴ്സും സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഡിസിഷൻ. ഡിസിഷൻ റിലേറ്റഡ് ടു ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദി ഫേം. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ആപ്റ്റായിട്ടുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും അവർ റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, അത് അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഡിസിഷൻ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കമ്പനി പേസ് ലോവർ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. This will affect the market price of the equity shares. കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയും. ഈ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ലോവർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഷെയർ ഹോൾഡേഴ്സ് Next decision, dividend decision. Decision related to the amount of profit to be distributed and retained in the firm. ഈ ഡിസിഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അതുപോലെ തന്നെ കമ്പനിയിൽ തന്നെ അത് നിലനിർത്തണോ എന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷനാണ്. ദ കമ്പനി പേസ് ലോവർ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. കമ്പനിയുടെ പെർഫോമൻസിനെ മെഷർ ചെയ്തിട്ടും തന്നെ മറ്റ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിനും അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ കമ്പനിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്താൽ മാത്രമേ അവർ സാറ്റിസ്ഫൈ ആകുകയുള്ളൂ, അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ഉള്ളൂ. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺസ് കൊടുക്കണോ? റിട്ടേൺസ് കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് എത്ര പോർഷൻ കൊടുക്കണം, അതല്ല ആ പ്രോഫിറ്റിൽ നിന്നും എത്ര ഭാഗം കമ്പനിയിൽ നീക്കി വെക്കണം, പല ആവശ്യങ്ങൾക്കായിട്ട് റീറ്റെയിൻ ചെയ്യണം എന്നുള്ള ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കമ്പനി ഒരു ലോവർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. അവിടെ വിൽ ബി എന്നല്ല, വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് എന്നാണ്. ഒരു ചെറിയ റിട്ടേൺ ആണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈ ആകുന്നത് കുറവായിരിക്കും. ദിസ് വിൽ അഫക്റ്റ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കുറയാനാണ് സാധ്യത. കാരണം ഷെയർ ഹോൾഡേഴ്സ് അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആപ്റ്റായിട്ട് കിട്ടുന്നില്ല.
If the company pays a very high rate of dividend, company cannot reinvest its funds. എന്നാൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മറ്റ് പല ആവശ്യങ്ങൾ ുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടാകില്ല. കാരണം പ്രോഫിറ്റിൽ നിന്നുള്ളൊരു വലിയ എമൗണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉള്ള പണം അവർ വേറെ രീതിയിൽ കണ്ടെത്തേണ്ടി വരും. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ഡിസിഷൻ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ നിന്നുള്ള എത്ര ഭാഗം ഡിവിഡൻഡ് കൊടുക്കണം, എത്ര ഭാഗം റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊരു ക്രൂഷ്യൽ ഡിസിഷനാണ്. ഈ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ലിക്വിഡിറ്റി ഡിസിഷൻ. ഡിസിഷൻ റിലേറ്റഡ് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസറ്റ്, ദാറ്റ് മീൻസ് ക്യാഷ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷനാണ് ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. If the firm invests less funds in current asset, it loses its liquidity. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതിനെയാണ് ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്പനി കുറഞ്ഞ എമൗണ്ട് മാത്രമേ കറണ്ട് അസറ്റ് ആയിട്ട് ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ലോസസ് ഇറ്റ്സ് ലിക്വിഡിറ്റി. അവർക്ക് ലിക്വിഡിറ്റി കുറവാണ്. കാരണം പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നടത്താനൊന്നും അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ കയ്യിൽ കറണ്ട് അസറ്റ് കുറവാണ്. ബട്ട് പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ്. പക്ഷെ അവിടെ പ്രോഫിറ്റബിലിറ്റി കൂടും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഓർഗനൈസേഷനിൽ കുറച്ച് ക്യാഷേ വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ക്യാഷ് എല്ലാം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർക്ക് റിട്ടേൺ കിട്ടുമ്പോൾ അവിടെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ ഫേം ഇൻവെസ്റ്റ് മോർ ഫണ്ട്സ് ഇൻ കറണ്ട് അസറ്റ്, പക്ഷേ ഒരു കമ്പനി ഒരുപാട് കറണ്ട് അസറ്റ് ബിസിനസ്സിൽ ക്യാഷ് ആയിട്ട് ഒരുപാട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വിൽ ഇംപ്രൂവ്. അവിടെ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കറണ്ട് അസറ്റ് ക്യാഷ് അവരുടെ കയ്യിലുണ്ട്. റിസൾട്ട്സ് ഇൻ ദി ഐഡിൽ കറണ്ട് അസറ്റ്. പക്ഷേ ഇവിടെ റിസൾട്ട് എന്താണ്? ഉപയോഗശൂന്യമായിട്ടുള്ള ക്യാഷാണ് ബിസിനസ്സിൽ കിടക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ കണ്ണിൽ പറയുകയാണെങ്കിൽ ഓരോ റുപ്പീസിനും വാല്യൂ ഉണ്ട്. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും നാളെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ കിട്ടുന്ന റിട്ടേണും രണ്ടും രണ്ടാണ്. അപ്പോൾ ഓരോ രൂപയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ വലുതാണ്. ഇവിടെ ആവശ്യമില്ലാതെ ഒരുപാട് ക്യാഷ് നമ്മൾ ബിസിനസ്സിൽ കീപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് റിട്ടേൺ തരുന്നില്ല. എന്നാൽ മറിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് റെഡ്യൂസസ് പ്രോഫിറ്റബിലിറ്റി. അവിടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കുറയുകയാണ്. കാരണം ക്യാഷ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടും. എപ്പോഴും കമ്പനി ചെയ്യേണ്ടത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ദർ മസ്റ്റ് ബി എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും ഒരു ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ലിക്വിഡിറ്റി ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.